എല്ലാവർക്കും നമസ്കാരം. കലോത്സവങ്ങൾ കലാപോത്സവങ്ങളായി മാറുന്ന ഒരു സാഹചര്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിസോൺ കലോത്സവം കഴിഞ്ഞപ്പോൾ ഉണ്ടായ വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കലോത്സവം കഴിഞ്ഞിട്ടും ഇപ്പോൾ ആക്രമണ പരമ്പരകൾ ഇപ്പോഴും തുടരുകയാണ്. പല കോളേജുകളിലും രൂക്ഷമായിട്ടുള്ള ആക്രമണ പരമ്പരകൾ നീങ്ങുകയാണ്. കേരളവർമ്മ കോളേജിൽ, ക്രൈസ്റ്റ് കോളേജിൽ തുടങ്ങിയ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. കേരളവർമ്മ കോളേജിൽ KSUവിൻ്റെ കൊടിത്തോരണങ്ങൾ മുഴുവനും കത്തിച്ചു. അതുപോലെ ക്രൈസ്റ്റ് കോളേജിൽ വിദ്യാർത്ഥി നേതാവിന് പരിക്കേറ്റു. ഇതുമായി ബന്ധപ്പെട്ട്, ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് നമുക്ക് KSU വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാർക്ക് ഉണ്ടായ പരിക്കുകളും ആക്രമണ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത്. അതിനൊരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. ഈ വിഷയം അറിഞ്ഞിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ അത്ര സുഖകരമല്ല. പിന്നീട് ഞാൻ അവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ തലയും വെട്ടിപ്പൊളിയുന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അവിടെ നിന്നും പോയത്. പിന്നീട് വേറെ ചിലരുടെ കൂടെ അവിടെ വന്നപ്പോഴും സാഹചര്യം അത്ര സുഖകരമായിരുന്നില്ല. അതിനുശേഷം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചെല്ലുമ്പോഴാണ് അവിടെ ഈ KSUവിൻ്റെ നേതാക്കളെ കാണുകയും അവരുടെ ബൈറ്റ് എടുക്കുകയും വീഡിയോ ആക്കുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷമാണ് നമ്മൾ എൻ്റെ പോസ്റ്റിലൊക്കെ കണ്ട വീഡിയോയിലൂടെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് SFIയുടെ വിദ്യാർത്ഥി നേതാക്കൾക്കും ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അടക്കമുള്ളവർ ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതുമാത്രമല്ല, ഈ ഗോകുൽ ഗുരുവായൂർ അടക്കമുള്ള KSU നേതാക്കളെ പരിക്ക് പറ്റിയിട്ട് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസ് മുരിങ്ങൂർ നയാര പെട്രോൾ പമ്പിന് സമീപം ഈ ആംബുലൻസിനെ ആക്രമിക്കുന്ന കാഴ്ചകളും CCTV ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആംബുലൻസ് എന്തൊക്കെ സംഭവങ്ങളായിരുന്നാൽ ആംബുലൻസിനെ ആക്രമിക്കുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്ന സംഭവമല്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പരിക്ക് പറ്റിയ ആളുകളെ കൊണ്ടുപോകുന്ന രീതിയിലായിരുന്നു നമുക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ പുറത്തു വന്ന ദൃശ്യങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ അവരോട് സെൽഫി എടുത്ത് ചിരിച്ച് ഇരിക്കുന്ന ഒരു ഫോട്ടോ കാണുമ്പോൾ അതൊരു പരിക്കേറ്റ മൂടായിട്ട് തോന്നുന്നില്ല. ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുന്നത് നമുക്ക് ഈ ആംബുലൻസിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കണത്, എന്താണ് സംഭവങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കില്ല. ഒരു വിഷയം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആംബുലൻസ് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കിട്ടുന്നു, കൊരട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രാണരക്ഷാർത്ഥം കടന്നു വരുന്നു. ഇതിന് ശേഷം പിന്നീടാണ് ഈ ഉള്ളിലെ സെൽഫി അടക്കമുള്ള ചിത്രങ്ങൾ കടന്നു വരുന്നത്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാവുന്ന ഒരു സംഭവമല്ല. ഈ ആംബുലൻസിനെ ഇതുപോലെ രക്ഷാകവചമായിട്ട് അവർ പരിക്ക് പറ്റിയ ആളുകളാണെന്നാണ് പറഞ്ഞത്. പക്ഷേ പരിക്ക് പറ്റിയിട്ടുള്ള ഒരു മൂഡിലല്ല അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഗോകുൽ ഗുരുവായൂർ അടക്കമുള്ളവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് വാർത്ത വരുന്നു. ഇതിനുശേഷം ഇപ്പോഴും ആക്രമണോത്സവമായിട്ട് രീതികൾ പോവുകയാണ്. ഇത്തരം വസ്തുതകൾ മറ്റൊരു തരത്തിലേക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ കലാലയങ്ങളിൽ പഠിക്കാനായിട്ട് വരുന്നവരുടെ എണ്ണം എത്രയാണ്? പഠിക്കാൻ മീൻസ് ഇപ്പോൾ പല കോഴ്സുകളിലും കുട്ടികളെ കിട്ടാനില്ല. ഫസ്റ്റ് കഴിഞ്ഞാൽ കുട്ടികളെല്ലാം തന്നെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സർഗാത്മകമായ രാഷ്ട്രീയവും കലാലയവും മറ്റ് അവസരങ്ങളൊക്കെ ഉണ്ടായിട്ട് കുട്ടികൾ എന്തുകൊണ്ടാണ് വിദേശത്തേക്ക് പോകുന്നത്? ആരും തന്നെ ഇവിടെ നിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പല കലാലയങ്ങളിലും കോഴ്സുകളൊക്കെ പരിപാടി അവസാനിപ്പിച്ചു. പല കലാലയങ്ങളും അടച്ചുപൂട്ടുന്ന സ്ഥിതിയിലാണ്. ചില പെൺ കലാലയങ്ങൾ മിക്സഡ് കലാലയങ്ങളാക്കി മാറ്റുന്നത് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടി. എന്നിട്ടും കുട്ടികൾ വരുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ കുട്ടികൾക്ക് സന്തോഷിക്കാനും അവരുടെ സർഗാത്മകമായ കഴിവുകൾ പങ്കിടാനുമുള്ള ഈ വേദികൾ ഇത്തരം ആക്രമണോത്സവമായിട്ടുള്ള ആക്രമണ പരമ്പരകൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ഇത് വലിയ രീതിയിൽ കുട്ടികളെ ഇത്തരത്തിൽ നിന്നും പിൻവലിയുന്നതിന് കാരണമാകും. ഡിസോൺ കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം, മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത് നല്ലതാണ്. പണ്ട് ഒരു 90കൾക്ക് ശേഷം, അതായത് ഒരു 2000ങ്ങൾക്ക് ശേഷമൊക്കെ പങ്കെടുത്തിരുന്ന സ്ഥിതിവിശേഷം മാറി. ഇപ്പോൾ ഇവിടെ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. എന്ത് തന്നെയായിരുന്നാലും ഡിസോൺ കലോത്സവത്തിൽ നടന്നിട്ടുള്ള ഈ കാഴ്ചകൾ അതീവ ഭയാനകമായതും ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങളാണ്. വിദ്യാർത്ഥി സംഘടനകൾ മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം. ഒരു യൂണിയന് ഒരുപക്ഷെ ഇത്തവണ ഭരണം കിട്ടി, അടുത്ത തവണ അത് മാറിയേക്കാം. ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുമ്പോഴാണ് നമുക്ക് സർഗകലാലയം പൂത്തുലയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുള്ളൂ. ആക്രമണ പരമ്പരകളൊന്നും ശാശ്വതമല്ല. ഈ പ്രായമൊക്കെ കടന്നുപോയി. ഏകദേശം ഒരു 3-4-5 വർഷം കഴിഞ്ഞ് ഒരു 30-35 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ നമ്മോട് നഷ്ടം തോന്നുന്ന ചിന്തകളിലേക്ക് വഴിമാറാവുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിൽ ആക്രമിച്ച ആളുകളും ആക്രമിക്കപ്പെട്ടവരും ആക്രമിച്ച ആളുകളൊക്കെ എല്ലാവരും കൈ കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ മാറിപ്പോകാവുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾ ഷേക്കാൻഡ് കൊടുക്കുമ്പോൾ ആ കാലഘട്ടം കുറേ പേരുടെ കഴിവുകൾക്കും സർഗാത്മകമായ ഇടങ്ങൾക്കും നഷ്ടപ്പെടുത്തലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ നികത്താൻ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അന്ന് ഇത്തരം വേദികളിലൂടെയൊക്കെ കടന്നു വരേണ്ട ആളുകൾ ഉണ്ടായിട്ടുണ്ടാവും. അവരൊക്കെ ഇതിൽ നിന്ന് പിൻവലിപ്പിക്കുക വഴി അതിനെ ഒരിക്കലും തിരിച്ചു പിടിക്കാനായിട്ട് നിങ്ങൾ പിന്നീട് ഇതിൽ ആക്രമിച്ചവരും ആക്രമിക്കപ്പെട്ടവരൊക്കെ ഷേക്കാൻഡ് കൊടുത്ത് പരസ്പരം ആരായാലും ഒരു തിരിച്ചു കിട്ടലുണ്ടാവില്ല. അന്ന് നഷ്ടപ്പെട്ടത് തന്നെയാണ്. ആരെങ്കിലും ജീവൻ പോയാലോ നഷ്ടപ്പെട്ടത് തന്നെ. കൊച്ചനിയൻ എന്ന് പറയുന്ന ഒരു സഖാവിൻ്റെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം, രക്തസാക്ഷി കൊച്ചനിയൻ. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഓർക്കേണ്ട സംഭവങ്ങൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് ആ വിഷയം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ ആംബുലൻസിൻ്റെ ഉള്ളിൽ നിന്നുള്ള സെൽഫി ഫോട്ടോ വരുന്നു. ക്രൂരമായ മർദ്ദനങ്ങൾ ഈ ഹോളി ഗ്രേസ് കലാലയത്തിൻ്റെ അകത്ത് നടക്കുന്നു. വളരെ ഭയാനകമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട്. 2 വശത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ഭൂഷണമായിട്ടുള്ള സംഭവമല്ല. സർഗാത്മകമാകട്ടെ കലാലയം എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവം നടന്ന മാള ഹോളി ഗ്രേസിൽ KSU അഴിച്ചുവിട്ടത് ക്രൂരമായ മർദ്ദനമുറകളെന്ന് SFI. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയത് അക്രമത്തിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു. SFIയുടെ നിരവധി പ്രവർത്തകർക്ക് ഭീകരമായ മർദ്ദനമാണ് ഏറ്റത്. ചാലക്കുടി പനമ്പള്ളി കോളേജ് യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് മർദ്ദനമേറ്റു. ഇതിനിടയിൽ പരിക്കേറ്റ് ആംബുലൻസിൽ സഞ്ചരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ KSU പ്രവർത്തകരുടെ ഹാപ്പി മൂഡിലുള്ള സെൽഫി ഫോട്ടോ വൈറലായി. ഡിസോൺ കലോത്സവം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സംഘർഷത്തിനു ശേഷം ജില്ലയിലെ പല കലാലയങ്ങളിലും KSU പ്രവർത്തകർക്ക് ക്രൂരമായ മർദ്ദനമേറ്റിരിക്കുകയാണ്. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരും KSU പ്രവർത്തകരും മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച SFI പ്രവർത്തകരുടെ സ്ഥിതി ഗുരുതരമാണ്. KSU പ്രവർത്തകർക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, KSU സംസ്ഥാന ട്രഷറർ സച്ചിൻ ടി പ്രദീപ്, KSU സംസ്ഥാന നിർവഹണ സമിതി അംഗം സുദേവ് എന്നിവർ പോലീസിൽ കീഴടങ്ങി. ഒന്നാം പ്രതി ഗോകുൽ ഗുരുവായൂരും രണ്ടാം പ്രതി സച്ചിൻ ടി പ്രദീപ്, മൂന്നാം പ്രതി സുദേവ് എന്നിവരെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു. ഡിസോൺ കലോത്സവത്തിൽ KSU അഴിച്ചുവിട്ട നരനായാട്ടിനെതിരെ SFI തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് VP സാനു ഉദ്ഘാടനം ചെയ്തു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് ഹസൻ മുബാറക്ക് അഭിവാദ്യം ചെയ്തു. KSU നരനായാട്ടിനെതിരെ SFI ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും പ്രതിഷേധം നടന്നു. ഞങ്ങളെ ഇളക്കിവിടാനുള്ള സമീപനം നിങ്ങൾ നടത്തുകയാണെങ്കിൽ ഞങ്ങൾ നന്നായി പ്രതിരോധിക്കാൻ തീരുമാനിക്കുക. ഇപ്പൊ ചില KSUകാർ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് സൂചിപ്പിക്കുന്നതിലുണ്ടായി എന്ന് ഞങ്ങൾ പട്ടാപകൽ SFI അമർത്തിക്കാൻ പോവുകയാണ്, SFIയുടെ പ്രവർത്തകരെ ആക്രമിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു പ്രവർത്തകന്റെ രോമത്തിൽ തൊടാൻ ഇനി സാധിക്കില്ല എന്ന് ജില്ലയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവിടെ ഉറപ്പു നൽകുകയാണ്. നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. ചില മാധ്യമങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായി എന്ന് ഇവിടെ SFI ആണ് ആക്രമണം നടത്തുന്നത്, SFIയുടെ നേതൃത്വത്തിലാണ് ഇവിടെ കലോത്സവം ബന്ധപ്പെട്ട ആക്രമണം നടത്തുന്ന വലിയ വ്യാപകമായ നുണപ്രചരണങ്ങൾ ഈ കേരളത്തിലകത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ അയച്ചുകൊണ്ടുണ്ടായി. ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത് കേരളത്തിലകത്തെ വലതുപക്ഷ മാധ്യമങ്ങളോടാണ്. ഒരു ഘട്ടത്തിലും നിങ്ങളുടെ താരാട്ടുപാട്ട് കേട്ട് ഉറങ്ങിയവരല്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട്. ഞങ്ങൾ ഒരു ഘട്ടത്തിലും ഒരു ആക്രമണത്തെയും പ്രോത്സാഹിക്കാത്തവരാണ്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 10 ഇരട്ടിയായി ഞങ്ങൾ തിരിച്ചു കൊടുക്കും. ആ തിരിച്ചു കൊടുക്കേണ്ട ഭാഗമായി അത് ആക്രമണമാണെങ്കിൽ ആ നിലയിൽ കണക്കാക്കിക്കോ. ആൾക്കൂട്ട വിചാരണയും ആൾക്കൂട്ട കൊലപാതകവും ഒക്കെ നമ്മൾ ഉത്തരേന്ത്യയിൽ കണ്ടിട്ടുണ്ട്. സമാനമായിട്ടുള്ള ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളാ KSUവിന്റെ ജില്ലാ സെക്രട്ടറി. അയാൾക്ക് എന്ത് കലോത്സവം, അയാൾക്ക് എന്ത് അപ്പീൽ കമ്മിറ്റി? KSUവിന് എന്ത് കലോത്സവം, KSUവിന് എന്ത് സർഗാത്മകത, KSUവിന് എന്ത് അപ്പീൽ കമ്മിറ്റി? അങ്ങനെ ഒരു അപ്പീൽ കമ്മിറ്റിയെ കുറിച്ചേ കേട്ടിട്ടില്ല. അങ്ങനെയൊക്കെ സാധനം ഉണ്ടോ എന്നുള്ളതാ. ഒരു കലോത്സവം നടത്താൻ അറിയില്ല എന്നുള്ളതാണ് സീസോൺ കലോത്സവത്തിലും ഡിസോൺ കലോത്സവത്തിലും അവരുണ്ടാക്കിയിട്ടുള്ള അക്രമത്തിന്റെ യഥാർത്ഥത്തിലുള്ള തെളിവ് എന്ന് പറയുന്നത്. കലോത്സവം മര്യാദക്ക് നടത്താൻ വേണ്ടി വയ്യ, നല്ല ജഡ്ജസിനെ കൊണ്ടുവരാൻ വയ്യ. കാരണം നല്ല ജഡ്ജസിന് വന്നാൽ കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും. അപ്പോഴോ ഏതെങ്കിലും കോളേജിൽ പണ്ടെങ്ങോ തമിഴ്നാട്ടിൽ എപ്പോഴോ ടൂറ് പോയപ്പോ ആരോടോ തമിഴിൽ സംസാരിച്ചു എന്നുള്ളതാണ് തമിഴ് ജഡ്ജിമെന്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ആളുടെ യോഗ്യത. മുമ്പ് നമുക്കൊരു അനുഭവം ഉണ്ട്. 2001 കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ വളരെ വർഷക്കാലത്തിനിടയ്ക്ക് KSU MSF സഖ്യം പിടിച്ചെടുത്തിട്ടുണ്ട്. ആ MSF സഖ്യം പിടിച്ചെടുത്ത് അന്ന് ഭരിച്ച സമയത്ത് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഫണ്ട് വിനിയോഗം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ എടുത്തു. അപ്പൊ നോക്കിയപ്പോ കാലിക്കറ്റ് സർവകലാശാല യൂണിയന്റെ കലാജാഥ, ആ കലാജാഥയുടെ സ്വീകരണത്തിന് ചെണ്ട കൊട്ടാൻ ആ ചെണ്ടയുടെ കോലിനായി ബോംബെയിൽ പോയി. ചെലവ് 16,000. ബോംബെയിൽ നിന്ന് തിരിച്ചു വന്നു, ചെലവ് 24,000. എഴുതി വെച്ച ആൾക്കാരാ. എന്തിന്? ചെണ്ടയുടെ കോല് കൊണ്ടുവരാൻ വേണ്ടി ബോംബെയിൽ പോയി. ആക്രമിക്കുന്നു എന്ന് മാത്രമല്ല, ആ മൃഗീയമായി ആക്രമിച്ചതിന് ശേഷം ആ അക്രമികൾ രക്ഷപ്പെടുക. എന്തിനാ? ആംബുലൻസിൽ രക്ഷപ്പെടുക. ആംബുലൻസിൽ രക്ഷപ്പെടുന്ന സമയത്ത് ആഘോഷിക്കുകയാണ്, സെൽഫി എടുത്തതാ ഞങ്ങൾ ആംബുലൻസിൽ രക്ഷപ്പെടുന്നു.
അത് കാണുമ്പോഴേക്ക് അത് ആംബുലൻസിൽ KSUക്കാർക്ക് പോകുന്നു. ആ KSUക്കാരൻ ആംബുലൻസ് പോലും ഇതാ അക്രമത്തിന് ഇരയാക്കുന്നു. ആരാ? മാധ്യമങ്ങൾ. കേരളത്തിലെ മാധ്യമങ്ങൾ നിരന്തരമായി കരയുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റവും കൃത്യമായിട്ടുള്ള പക്ഷപാത നിലപാടെടുക്കുന്നവരാ. അവര് പറയും എന്താണ്, ഞങ്ങള് ബാലൻസ് ചെയ്യും. എന്താണ് ബാലൻസ്? SFIക്കാരനെ നിലത്തിട്ട് മൃഗീയമായി ക്രൂരമായി അടിച്ചാൽ അവർ ബാലൻസ് ചെയ്യും. അപ്പൊ നിഷ്പക്ഷത പാലിക്കും. എന്താ നിഷ്പക്ഷത? ആ നിഷ്പക്ഷത എന്താന്ന് പറഞ്ഞാൽ ഇതാ SFI KSU സംഘർഷം. SFIക്കാർക്ക് അക്രമം ഏറ്റിട്ടുണ്ടെങ്കിൽ അപ്പൊ നിഷ്പക്ഷതയാണ്, അപ്പോ സംഘർഷമാണ്. ഞങ്ങളെ ഏകപക്ഷീയമായി മൃഗീയമായി തല്ലിച്ചതച്ചാലും ഞങ്ങൾക്കറിയാം ഇവിടെയുള്ള ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഒരു പരീക്ഷയും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കില്ല. അത് ഞങ്ങൾക്ക് നന്നായ ബോധ്യമുണ്ട്. ഞങ്ങളാരും നിങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടേതായ വഴിയിൽ സംസാരിച്ചോളൂ. KSUവിനോടും അതുപോലെ തന്നെ MSFകാരോടൊക്കെ പറയാനുള്ളത്, ന്യൂട്ടന്റെ മോഷൻ തിയറി ഉണ്ട്, ചലന നിയമമുണ്ട്. എവരി ആക്ഷൻ ഹാവ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ പ്രവർത്തനത്തിനും അനുകൂലവും സമാനവുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ പ്രതിപ്രവർത്തനം അത് ഈക്വൽ ആയിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കി പോകണം. അതിന്റെ ഗ്രാവിറ്റി താങ്ങാനുള്ള ശേഷി കേരളത്തിലെ KSUക്കാർക്ക് ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കി പോകണം. പണ്ട് സഖാവ് ധീരജിനെ കൊലപ്പെടുത്തിയപ്പോ KPCCയുടെ അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികളെ രണ്ടും കൽപ്പിച്ചാണ് ഞങ്ങൾ വിട്ടിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെ കുട്ടികളെ രണ്ടും കൽപ്പിച്ച് വിടുന്നവരല്ല. ഞങ്ങളുടെ പ്രവർത്തകരെ കൊലയാളികളാക്കാൻ വേണ്ടി വിടുന്നവരല്ല. ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. പക്ഷേ അടിച്ചാൽ തിരിച്ചടിക്കണമെന്ന് ഞങ്ങളുടെ പ്രവർത്തകരെ ഒരു കമ്മിറ്റിയും കൂടി തീരുമാനിക്കേണ്ടതില്ല. അത് ചെയ്തോളും. ഇങ്ങോട്ടടിക്കാൻ വന്നാൽ തിരിച്ചടിക്കണമെന്ന് ഞങ്ങൾ ആരെയും പഠിപ്പിച്ചിട്ടില്ല. അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് പഠിക്കാത്തവൻ ഈ സംഘടനയിൽ ഉണ്ടാവുകയില്ല. തിരിച്ചടിക്കാൻ ശേഷിയുള്ളവർ തന്നെയാണ് ഞങ്ങൾ. പക്ഷേ ആ അടി അതുപോലെ ഞങ്ങൾ തിരിച്ചടിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഈ കേരളത്തിൽ നിന്ന് വാലും പൊക്കി ഓടേണ്ടി വരും. KSU ആയാലും MSF ആയാലും അതിന്റെ അപ്പുറത്തെ സംഘടനയായാലും